സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചായക്ക് കടിയായി ഒരു ബൻ ഉണ്ടാക്കി നോക്കാം. അത് എങ്ങനെ എന്ന് നോക്കാം. കാൽ ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ഇടുക. അതിൻ്റെ കൂടെ 1/2 ടീസ്പൂൺ ഷുഗർ കൂടിയിട്ട് ഇളക്കി മൂടി വയ്ക്കുക. അത് ഒരു 10 മിനിറ്റ് നേരം മൂടി വയ്ക്കുമ്പോൾ തന്നെ പൊങ്ങി വരും. ഇനി 2 കപ്പ് ഗോതമ്പ് പൊടിയിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം പൊങ്ങിയ ഈസ്റ്റ് കൂടി ഒഴിച്ച് ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇളക്കിയ ശേഷം 1/4 കപ്പ് നല്ല തൈരൊഴിച്ച് ഒന്ന് ഇളക്കിയെടുക്കാം. കാൽ കപ്പ് ഓയിൽ കൂടി ഒഴിച്ച് കുഴക്കുന്നത് നല്ലതാണ്. ഓയിൽ ഒഴിച്ചിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് കുറച്ചായി ഒഴിച്ച് വേണം ഇളക്കി കുഴച്ചെടുക്കാൻ. ഇനി കൈകൊണ്ട് കുഴച്ചെടുക്കാം. കഴിയുമെങ്കിൽ 2-3 മിനിറ്റ് നേരം ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഈ കുഴച്ച മാവ് ഉരുട്ടി അതിൻ്റെ പുറത്ത് ഓയിൽ തേച്ച് 4 മണിക്കൂർ നേരം പൊങ്ങാൻ വയ്ക്കാം. ഒരു നനഞ്ഞ തുണി മുകളിൽ വിരിച്ചാണ് മൂടി വയ്ക്കേണ്ടത്. ഇതിൻ്റെ പുറത്ത് 1 ടേബിൾ സ്പൂൺ ഓയിൽ തേക്കാം. വീറ്റ് ആയതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. ഇത് ഡബിളായി പൊങ്ങി വന്നിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ 6 മണിക്കൂറെങ്കിലും പൊങ്ങാൻ വെക്കേണ്ടതായി വരും. അത് നോക്കി ചെയ്യാം. 4 മണിക്കൂറിന് ശേഷം മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് പുറത്തെടുത്ത് ഒന്നുകൂടി കുഴച്ച് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കാം.
ഈ ചെറിയ കഷ്ണങ്ങൾ ബോൾ പോലെ ആക്കി ഒരു ട്രേയിൽ 20 മിനിറ്റ് നേരം മൂടി വയ്ക്കാം. ഇതിൻ്റെ പുറത്ത് ഒരു നനഞ്ഞ തുണി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. തുണി ഇടുമ്പോൾ മാവിൽ തട്ടാതെ നോക്കണം. നനഞ്ഞ തുണി ഇട്ട ശേഷം അതിന് മുകളിൽ മൂടി വയ്ക്കാം. ഇനി 20 മിനിറ്റിന് ശേഷം ഇതിൻ്റെ പുറത്ത് ബ്രഷ് കൊണ്ട് പാല് തേച്ച് കുറച്ച് വെളുത്ത കളർ എള്ള് ഇട്ട് കൊടുക്കാം. ഡിഗ്രിയിൽ 10 മിനിറ്റ് നേരം ചൂടാക്കിയ അവനിലേക്ക് ഇത് വെച്ച് കൊടുക്കാം. പതിനഞ്ചോ 20 മിനിറ്റ് കൊണ്ട് ഇത് ആയിട്ടുണ്ടാകും. നിങ്ങളുടെ അവനിൻ്റെ ചൂട് അനുസരിച്ച് നോക്കി എടുത്താൽ മതി. ആയി എന്ന് കണ്ടാൽ കുത്തി നോക്കിയ ശേഷം പുറത്തെടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.